അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് ഇൻ മാറ്റർ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഒരു ഫീൽഡ് അത് നമ്മൾ ഏതൊരു മീഡിയത്തിൽ കൂടി പോകുന്നു അല്ലെങ്കിൽ വാക്യത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ഏതൊരു മീഡിയത്തിൽ കൂടി അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഒരു ജനറൽ കേസ് മാത്രം. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ ഇക്വേഷൻസ് അത് ഡെറൈവ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഗോസസ് ലോ, അതുപോലെ തന്നെ ഓരോ ഷേപ്പിൽ കൂടി ലൈൻ ചാർജ് ഇന്റഗ്രൽ, സർഫസ് ചാർജ് ഇന്റഗ്രൽ, ഇങ്ങനെ ഓരോ ഷേപ്സിൽ കൂടി ഒക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിബ്യൂഷൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ അവിടെ നോക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മുടെ എല്ലാ എക്സ്പെരിമെന്റ്സും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എർത്തിലായിരിക്കും. അപ്പോൾ എർത്തിലെല്ലാം എന്തുണ്ട്, മാറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ വാക്യൂത്തിൽ കൂടി അല്ല അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മാറ്ററിൽ കൂടി ഒരു ഇലക്ട്രിക് ഫീൽഡ് പോകുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും, ഒരു മാറ്ററിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് ഇൻ മാറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ഡൈഇലക്ട്രിക് എന്ന മെറ്റീരിയൽസ് ആയിരിക്കും. ഇപ്പോൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കറണ്ട് കണ്ടക്ടേഴ്സിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ല. അപ്പൊ നമുക്കറിയാലോ കണ്ടക്ടേഴ്സ് മെറ്റീരിയൽസ് തന്നെ കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് പ്യുവർലി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കും. ഹൈ കണ്ടക്ടിവിറ്റി ആണ്, കാരണം അതിന്റെ ഫ്രീ ബാൻഡ്സിൽ വാലൻസ് ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷൻ ബാൻഡ്സിൽ. ഓക്കെ, അപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കണ്ടക്ഷൻ ടൈമിൽ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. എങ്ങനെയാണ് അവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. ബട്ട് ഇൻസുലേറ്റിന്റെ കേസിലാകുമ്പോൾ അവിടെ വാലൻസ് ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ടക്ഷൻ ബാൻഡ്സിൽ അവിടെ ഇലക്ട്രോൺസ് പോകത്തുമില്ല, കണ്ടക്ഷൻ നടക്കത്തുമില്ല. അങ്ങനെ എന്ത് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ബൈപ്പാസ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ അതാണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ദെൻ സെമി കണ്ടക്ടേഴ്സ് പിന്നെ ഇതിന്റെ രണ്ടിന് മിഡിലായിട്ട് വരുന്നതാണ്. അത് നമുക്ക് സെമി കണ്ടക്ടർ ഡിവൈസസ് ഒക്കെ ഒരുപാട് പഠിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഇൻസുലേറ്ററിന് തന്നെ അവിടെ നമുക്ക് ഈ ഒരു ചാർജ് ട്രാൻസ്ഫർ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ലെന്നേ ഉള്ളൂ. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ചാർജ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചാർജിന്റെ ഒരു പ്രോപ്പർട്ടീസ് അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന എക്സ്പെരിമെന്റ് ഉണ്ട്. സ്കെയില് റബ്ബ് ചെയ്തിട്ട് ഒരു വൂളൻ ക്ലോത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റോഡ് എടുത്ത് ഒരു വൂളൻ ക്ലോത്തിൽ റബ്ബ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പേപ്പർ ബിറ്റ്സ് ഇട്ടിട്ട് അതിനെ അട്രാക്ട് ചെയ്യിപ്പിക്കും. അത് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന്റെ അടുത്ത് വെക്കുമ്പോൾ എന്ത് ഹെയർ റൈസ് ആയി നിൽക്കും. അപ്പോൾ ഈ ഒരു റീസൺ എല്ലാം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. ഇതെല്ലാം നടക്കുന്ന നോൺ ഇൻസുലേറ്റേഴ്സിലാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടക്ടേഴ്സ് വെച്ചല്ല അവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. നമ്മളവിടെ ഇൻസുലേറ്റേഴ്സ് വെച്ചായിരിക്കും മിക്ക എക്സ്പെരിമെന്റും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ കേസിലേക്ക് നടത്തുന്നത്. കാരണം അവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, ചാർജിനെ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയും. കാരണം അവിടെ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി ഇല്ല. ബട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇലക്ട്രിക് എഫക്ട്സിനെ അല്ലെങ്കിൽ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ ഇലക്ട്രിക് പ്രോപ്പർട്ടീസിൽ വയ്ക്കുന്ന സമയത്ത് ആ ഒരു മാറ്ററിന് അല്ലെങ്കിൽ ആ മോളിക്യൂളിന് എന്തെങ്കിലും ചേഞ്ച് വരികയും ചെയ്യും. അവിടെ നമുക്ക് ചാർജ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും അതിന്റെ സർഫസിലൊക്കെ ആയിട്ട്. സോ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയും. ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസ്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് മൈക്ക, വാട്ടർ മോളിക്യൂള്, PVC, അതുപോലെ തന്നെ സിന്തറ്റിക് റബ്ബേഴ്സ്. ഇതൊക്കെ എല്ലാം എന്താണ്, ഇതൊക്കെ എല്ലാം നമ്മുടെ ഈ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരു കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഡസ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ചോദിച്ചാൽ നോ ആണ്. കാരണം അത് ഇലക്ട്രിസിറ്റി ബൈപ്പാസ് വിടത്തില്ല. അവിടെ നമുക്ക് ചാർജിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് ഡിവൈസസ് തന്നെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. കാരണം കപ്പാസിറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. കപ്പാസിറ്റേഴ്സിന്റെ എല്ലാ ഫാബ്രിക്കേഷനും കപ്പാസിറ്റേഴ്സിന്റെ മാനുഫാക്ചേഴ്സിനും യൂസ് ചെയ്യുന്നത് ഡൈഇലക്ട്രിക് ആണ്. കാരണം കപ്പാസിറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ 12th ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. കപ്പാസിറ്റർ എന്താണ്, ടു ചാർജ് പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ എയർ ആയിരിക്കും മീഡിയം, എയർ ഗ്യാങ് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ, ഇല്ല അതിൽ തന്നെ മൈക്ക കപ്പാസിറ്റേഴ്സ് ഉണ്ട്. മൈക്ക കപ്പാസിറ്റേഴ്സ് ആവുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു മൈക്കയുടെ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെ മൈക്ക ആയിരിക്കും അവിടുത്തെ ഡൈഇലക്ട്രിക് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, പോളറൈസേഷൻ, പോളറൈസബിലിറ്റി പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. മൈക്ക കാണാം, ചില സമയത്ത് അത് ഫിലിം കപ്പാസിറ്റർ, പേപ്പർ ഫിലിം കപ്പാസിറ്റർ, പേപ്പർ കോട്ടിംഗ് ആണ് ഈ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ ഇടയിൽ, ഈ ഒരു ഷീറ്റിന്റെ ഇടയിൽ പേപ്പർ കോട്ടിംഗ് ആണ്. അപ്പൊ അത് പേപ്പർ കപ്പാസിറ്റർ, ഫിലിം കപ്പാസിറ്റേഴ്സ് എന്ന് പറയും. ഇങ്ങനെ പല കപ്പാസിറ്റേഴ്സും ഉണ്ട്. അപ്പൊ കപ്പാസിറ്റേഴ്സിന്റെ എല്ലാം ഇടയിൽ എന്താണ് വെക്കുന്നത്, കണ്ടക്ടേഴ്സ് അല്ല വെക്കുന്നത്. കണ്ടക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് നോർമലി കണ്ടക്ഷൻ നടക്കും. നമുക്കതല്ലല്ലോ, കപ്പാസിറ്റർ എന്ന് വെച്ചാൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ്. ഇത് നമ്മുടെ ഒരു ബാറ്ററിയുടെ ഒരു ഇക്വലന്റ് പോലെയാണ് കപ്പാസിറ്റർ വരുന്നത്. ഒരു ഷോർട്ട് ടേം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചാർജ് സ്റ്റോർ ചെയ്യും. അതാണ് നിങ്ങൾ ആ ഒരു ട്രാൻസിയന്റ് കറന്റ് എന്ന സെക്ഷനിലൊക്കെ പഠിക്കുന്നത്. അവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈമിൽ അവിടെ എന്ത് ചെയ്യുന്നു, കപ്പാസിറ്റർ ചാർജ് ആവുകയും കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയും പോകുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു ട്രാൻസിയന്റ് കറണ്ട്, ഷോർട്ട് ടേം കറണ്ട് അവിടെ കിട്ടുന്നത്.
അപ്പോൾ AC കറന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? AC കറന്റിലും കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി LCR സർക്യൂട്ട് അത് നമുക്ക് ട്രാൻസിയന്റ് സെക്ഷനിലാണ് വരുന്നത്. LCR സർക്യൂട്ട്, LC സർക്യൂട്ട് ഇതിലെല്ലാം എന്താണ് കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും ചാർജിങ് ഡിസ്ചാർജിങ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഡക്ടറിന്റെ കേസിൽ നമുക്ക് ഡൈഇലക്ട്രിക് വയ്ക്കുന്നുണ്ട്. കാരണം ഇൻഡക്ടർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇൻഡക്ടർ ആണെങ്കിൽ ഇൻഡക്ടർ വെറുതെ ഇരിക്കുമ്പോൾ ഇതിന്റെ സൈഡിൽ അകത്തുണ്ട് എയർ ഉണ്ട്. നമ്മൾ വാക്യൂത്തിലല്ല വെച്ചിരിക്കുന്നത്, നമ്മുടെ എർത്തിലാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു സമയത്തിന് എന്ത് കിട്ടും? അവിടെ അവിടെ ഒരു എയർ മീഡിയം ഉണ്ട്. അപ്പോൾ എയർ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഡൈഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എയർ കോർ ഇൻഡക്ടർ, അതുപോലെ അയൺ കോർ ഇൻഡക്ടർ, സോഫ്റ്റ് കോർ ഇൻഡക്ടർ ഇങ്ങനെ പല ഇൻഡക്ടേഴ്സും ഉണ്ട്. അതിലെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ഡൈഇലക്ട്രിക്കിന് വലിയ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഓക്കെ. ബട്ട് കപ്പാസിറ്ററിന്റെ കേസിൽ അതിന്റെ ബേസിക് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ഇല്ലെങ്കിൽ എന്തില്ല? കപ്പാസിറ്റർ ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആണ്. ഡൈഇലക്ട്രിക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കപ്പാസിറ്റർ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഡൈഇലക്ട്രിക്കിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് മീഡിയത്തിൽ എങ്ങനെയാണ് ഈ ഒരു ചാർജ് ഇൻഡ്യൂസ്ഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് എല്ലാ മെറ്റീരിയൽസും ആറ്റംസിലാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ആറ്റംസിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിൽ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജും പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജും ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മോളിക്യൂളിനെയോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് പോളറൈസേഷൻ അല്ലെങ്കിൽ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ പോളാർ മോളിക്യൂൾസ് എന്താണ്? നോൺ പോളാർ മോളിക്യൂൾസ് എന്താണെന്ന് നോക്കണം. നമ്മൾ പറഞ്ഞല്ലോ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സെന്ററിലായിരിക്കും പോസിറ്റീവ് പ്രോട്ടോണും ന്യൂട്രോൺ ചാർജ് ഇല്ല. പ്രോട്ടോൺ മാത്രം എന്താണ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതെല്ലാം സെന്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ അനുസരിച്ചിട്ട് എന്താണ് ഹോൾ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ഓൺ ദ സെന്റർ ഓഫ് ദ ആറ്റം. ഓക്കെ. ആറ്റത്തിന്റെ സെന്ററിലാണ് ഹോൾ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഫ്രീലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയും വരാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരാം, അല്ല നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരാം. പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ചില മോളിക്യൂൾസിൽ ഈ ഒരു ആറ്റത്തിന്റെയൊക്കെ സെന്റർ ഓഫ് മാസ് എന്ന് പറയും. ഇപ്പൊ ഏതൊരു ഷേപ്പിനൊന്നുമില്ല, ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി assumed to concentrate on a point is called സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഈ ഹോൾ ബോഡിയുടെ ഇപ്പൊ ഒരു സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ ഈ ബോഡീസിന്റെ എല്ലാം മാസ് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും? ഈ ഒരു സെന്റർ പോയിന്റിലോട്ട്. അപ്പൊ ഇതാണ് എന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റില് നോക്കുക, ഈ ഒരു സെന്റർ പോയിന്റ് ഇതിലെ പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. അതിന് ചുറ്റുമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് നിൽക്കുന്നത്. ഓക്കെ. എല്ലാം ഒരു യൂണിഫോം രീതിയിലല്ലേ? That is the center of gravity of the positive nuclei and the electron cloud coincide with the molecule are called നോൺ പോളാർ മോളിക്യൂൾസ്. അപ്പൊ ഇവിടെ ഒരു യൂണിഫോം ഷേപ്പിലുണ്ട്, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇത് ഒരു പോളാർ മോളിക്യൂൾ ആണ്. കാരണം എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ചാർജ് സെന്ററിലാണ് ഇരിക്കുന്നത്. ഓക്കെ. ഒരു ആറ്റത്തിന്റെ ഈ ചുറ്റും കാണിക്കുന്ന ആറ്റം ഇതിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് ആണ്. ഓക്കെ. ഇങ്ങനെ ഒരു മൈനസ് ആയാലും ഈ ഒരു ഷേപ്പ് ആഷ് കളർ സർഫായിട്ട് കാണിച്ചിരിക്കുന്ന ഇവിടുത്തെ ഇലക്ട്രോൺ ക്ലൗഡ് ആണ്. ഓക്കെ. ഇവിടെ ഏത് റീജിയനിലും ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ഫൗണ്ട് ചെയ്യാം, ഇവിടെ ഇലക്ട്രോൺ ഫൗണ്ട് ചെയ്യാം. ഏത് റീജിയനിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കവിടെ ഇലക്ട്രോണിനെ ഫൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു നോർമൽ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിഫോം രീതിയിൽ എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ പോയിന്റ്സ് അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുവാണ്? ഇവിടെ ഇത് ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന ആ ഒരു പോയിന്റുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന മോളിക്യൂൾസിന് അവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാകത്തില്ല. ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈപോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ കുറച്ച് ഇന്ററാക്ടിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ. ഡൈപോൾസ് വെച്ചാൽ ഇപ്പോൾ പ്ലസ് ക്യൂ അതിന് മൈനസ് ക്യൂ, സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ആറിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അത് ഡൈപോൾ അല്ലാതെ മാറും. ഓക്കെ. അപ്പൊ അത് പ്രത്യേകിച്ച് ആ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട്, ഇലക്ട്രിക് ഡൈപോൾസ് ആർ ദ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഈക്വൽ ആവുകയും വേണം, ഓപ്പോസിറ്റ് ചാർജസും ആവണം. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്ന കണ്ടീഷനിൽ മാത്രം നമ്മൾ എന്ത് പറയുന്നത്? അതിനെ ഇലക്ട്രിക് ഡൈപോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അതുമായി ബന്ധപ്പെട്ട റിലേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോളിക്യൂൾസ് ചില സമയത്ത് അതൊരു ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡൈപോൾ ഉണ്ടാവുന്ന ഫോഴ്സ്. മൊമെന്റ് മീൻസ് ഫോഴ്സ് ആണ്. റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന കിട്ടുന്ന ഒരു ഫോഴ്സ് നമ്മൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് നമ്മൾ പറയും. അത് ഇങ്ങനെ ഡൈപോൾ ഇരിക്കുന്നുവെങ്കിൽ ഇങ്ങോട്ട്
ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. അത് ഈക്വലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പിൾഡ് ഫോഴ്സ് പറയും. ഇപ്പൊ മൊമെന്റ് ഓഫ് കപ്പിൾ അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് നമ്മൾ തന്നെ പറയും. ഓക്കെ, അതാണ് ഡൈപോൾ മൊമെന്റിന്റെ കേസിൽ വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലസ് ക്യൂ മൈനസ് ക്യൂ നമ്മുടെ ഇലക്ട്രോൺസ് ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ബേസ് ചെയ്ത് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മോളിക്യൂളിനെ ഇതുപോലെ ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഒരു നോൺ പോളാർ മോളിക്യൂൾ കേസ് നോക്കുക. ഇവിടെ എന്താണ്? യൂണിഫോമിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇനി അവിടെ എന്തില്ല? ഡൈപോൾ മൊമെന്റ് ഇല്ല. ഡൈപോൾ മൊമെന്റ് അവിടെ സീറോ ആയിരിക്കും. ഓക്കെ, ഡൈപോൾ മൊമെന്റ് അവിടെ സീറോ ആയിരിക്കും. കാരണം യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ആവണം. നമുക്ക് രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റത്തില്ല. എല്ലാം എന്താണ്? സെയിം ആയിട്ട് ഇങ്ങനെ ഒരു ക്ലൗഡ് ആയിട്ട് ഇതൊരു 3 ഡയമെൻഷൻ ഫിഗർ ആയിട്ട് ചിന്തിക്കാം. ഓക്കെ, എല്ലാം കൂടി എന്ത് ചെയ്യുന്നു? അതിന് ചുറ്റും ഇങ്ങനെ ക്ലൗഡ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ ടു ഈക്വൽ ഓപ്പോസിറ്റ് ചാർജസ് എന്ന രീതിയിൽ അവിടെ എടുക്കാൻ പറ്റില്ല. ചാർജസ് രണ്ടാണ്, ബട്ട് എന്ത് ചെയ്യുന്നു? അത് അവിടെ ഒരു യൂണിഫോം രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു സിമെട്രിക്കലി എന്ത് ചെയ്യുന്നു? അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ സിമെട്രിക്കൽ ആയി കഴിഞ്ഞാൽ സ്റ്റേബിൾ എന്നാണ് അർത്ഥം. എന്തെങ്കിലും ഒരു സിമെട്രി അറ്റൈൻ ചെയ്താൽ ഏതൊരു കാര്യം നമ്മൾ സിമെട്രി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അവിടെ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. സിമെട്രി ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവിടെ ഇന്ററാക്ഷൻ കൊടുത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുള്ളൂ. സിമെട്രി എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം സ്റ്റേബിൾ മോളിക്യൂൾസ് ആയിട്ട് ഇരിക്കും. അത് നമുക്ക് പോളാർ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇത്തരത്തില് ഇവിടെ ഇങ്ങനെ ഈ നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് H2, ഹൈഡ്രജൻ, നൈട്രജൻ, N2, O2 ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഓക്കെ, H2, N2, O2, CO2, CO2 ഇതെല്ലാം നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഓക്കെ, അതായത് ഏകദേശം നമ്മുടെ ഗ്യാസസ് ആയി വരുന്ന എല്ലാം നോൺ പോളാർ മോളിക്യൂൾസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇതെല്ലാം സിമെട്രിക് മോളിക്യൂൾസ് ആണ്. ഞാൻ അടുത്തൊരു ഫിഗർ കാണിക്കാം. ഇവിടെ ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ഫിഗർ കാണിച്ചത് പറഞ്ഞു തരാം. സിമെട്രിക് മോളിക്യൂൾസ് എന്താണ്? സിമെട്രിക് മോളിക്യൂൾസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് കേസ് പറഞ്ഞു. ഇനി ചില മോളിക്യൂൾസ് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ പോസിറ്റീവ് ന്യൂക്ലിയർ, അതിന്റെ പോസിറ്റീവ് ന്യൂക്ലിയറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഇലക്ട്രോൺ ക്ലൗഡ് എന്ത് ചെയ്യത്തില്ല? കോയിൻസൈഡ് ചെയ്യത്തില്ല. കണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ഷേപ്പ്. നമുക്ക് സിമെട്രി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിന്റെ പോസിറ്റീവ് ചാർജ് ഈ ഒരു അറ്റത്തും ഇവിടെ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. ബട്ട് ഇലക്ട്രോൺ ക്ലൗഡ് എന്ത് ചെയ്യും? ഒരു നോൺ യൂണിഫോം രീതിയിൽ, ഒരു സിമെട്രിക് അല്ലാത്ത രീതിയിൽ. എനിക്ക് സിമെട്രി ആണ്. ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും എല്ലാം എന്താണ്? സെയിം ആണ്, ഏത് ഡയറക്ഷൻ എടുത്താലും. അപ്പൊ അതിനാണ് സിമെട്രി എലമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ബട്ട് ഇപ്പോഴത്തെ കേസ് നോക്കൂ. ഇവിടെ എന്താണ്? ഇതിവിടെ സിമെട്രി എലമെന്റ്സ് ഇല്ല. ഇങ്ങനെ ഒന്ന് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങേ അറ്റത്തും ബാക്കി ഇലക്ട്രോൺ ക്ലൗഡ് എല്ലാം എന്താണ്? ഈ ഒരു സൈഡിലാണ്. അപ്പൊ ഇങ്ങനെ ആവുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടൈനി ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മോളിക്യൂൾസിന്റെ കേസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറിയാലോ, ആ ഒരു മോളിക്യൂൾസിന്റെ ഷേപ്പ് ഒരു അത്രയും തീരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ചാർജ് പോലെ എന്ത് ചെയ്യുന്നു? ഇതൊരു ടൈനി ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ആ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇതൊരു ഇവിടെ നമ്മൾ ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുക ഇങ്ങനെ. എന്ത് ചെയ്തു? ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ അവിടെ ഡെൽറ്റ ആർ ഡിസ്റ്റൻസിലാണ് നമുക്ക് സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന മോളിക്യൂൾസ് ആണ് പോളാർ മോളിക്യൂൾസ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാം പെർമനന്റ് ആയിട്ട് ഡൈപോൾ മൊമെന്റ്സ് കാണും. കാരണം ഈ ഒരു അസിമെട്രി ഉണ്ട്. അപ്പൊ അസിമെട്രി എറൈസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? ആണ് നമുക്ക് ഡൈപോൾ മൊമെന്റ്, പെർമനന്റ് ഡൈപോൾ മൊമെന്റ്സ് എറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ മോളിക്യൂൾസിന്റെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഏകദേശം 6 × 10⁻28 - 28 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. കൂളം മീറ്റർ, സെന്റിമീറ്റർ അല്ല, കൂളം മീറ്റർ. 28 കൂളം മീറ്റർ. ഇത് വാട്ടർ മോളിക്യൂളിന്റെ. അപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. H2O എക്സാമ്പിൾ ആണ്. NH3 നൈട്രജൻ ഹൈഡ്രോക്സൈഡ് NH3. അതുപോലെ തന്നെ N2O. ഇത്രയും മാത്രമല്ല, ഇനി എക്സാമ്പിൾസ് ഉണ്ട്. CH3 മീഥേൻ. ഇതെല്ലാം എന്താണ്? CH4 3 അല്ല 4 ഇങ്ങനെ വരും. CH ഇതെല്ലാം അസിമെട്രിക് എലമെന്റ്സ് ഉള്ളതാണ്. ഇതൊന്നും സിമെട്രി ഇല്ല. ഇതെല്ലാം അസിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഇതിലെല്ലാം പെർമനന്റ് ഡൈപോൾ മൊമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പോളാർ മോളിക്യൂൾസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ഇതിൽ ചോദിക്കാം. എന്ത് എഴുതുക? നോൺ പോളാർ മോളിക്യൂൾസ് കേസ് എഴുതുക. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും പോസിറ്റീവ് ന്യൂക്ലിയർ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഒരു ക്ലൗഡും കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ അത് നോൺ പോളാർ ആണ്. അവിടെ നമുക്ക് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല. ഡൈപോൾ മൊമെന്റ് സീറോ ആണ്. ഇവിടെ എന്തുണ്ട്? ഡൈപോൾ മൊമെന്റിന് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. പോളാർ മോളിക്യൂൾസ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇലക്ട്രോൺ ക്ലൗഡ്
പോസിറ്റീവ് ന്യൂക്ലിയൻ സിമെട്രി എലമെന്റ്സ് ആയിട്ടിരിക്കത്തില്ല. സിമെട്രി ഇല്ലാതെ അസിമെട്രിക് ആയിട്ടിരിക്കും. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആയിട്ട് മാറും. ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ ഒരു മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നോൺ പോളാർ പോളാർ ഒക്കെ ആയി മാറുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദെൻ ഈ ഒരു ചാർജ് വെറുതെ ഒരു ചാർജ് ഇരിക്കുവാണ്. ഇങ്ങനെ ഒരു ചാർജ് ഇരിക്കുവാണ്. ഈ ചാർജ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലോട്ട് ഈ ചാർജ് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഇതിങ്ങനെ ഇലക്ട്രിക് ഫീൽഡിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ സെപ്പറേറ്റ് ആവും. ഇവിടെയും ഇവിടെയുമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആവും. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ബട്ട് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഒരു ഹിൻഡ്രൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, അതവിടെ വെളിയിൽ നിന്ന് ഒരു ഹിൻഡ്രൻസ് വരുന്ന സമയത്താണ് അത് രണ്ട് സൈഡിലായിട്ട് സെപ്പറേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഡൈപോൾസ് പോലെ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അതൊരു പൊളാരിറ്റി കിട്ടും, അല്ലെങ്കിൽ പോളാരിറ്റി കിട്ടും. വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ വേറെ കാണില്ല. പക്ഷെ ഈ പൊളാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ആ ഒരു ബോൺസിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, ഈ മോളിക്യൂൾസിന്റെ ബോൺസിൽ. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഈ ഒരു കപ്പാസിറ്ററിനകത്ത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് പ്ലേറ്റ്സ് കാണും. ഇതൊരു പോസിറ്റീവ് പ്ലേറ്റ്സ് ആയിരിക്കും. ദെൻ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് നെഗറ്റീവ് പ്ലേറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഡയലക്ട്രിക് വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യപ്പോൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് ചെയ്യും, സോറി ഫോഴ്സ് അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് ഒന്നും അപ്ലൈ ചെയ്ത സമയത്ത് ഇത് വെറുതെ ഇരിക്കും. ബട്ട് നമ്മളിവിടെ എന്തെങ്കിലും ഫോഴ്സ് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും വെച്ചാൽ ഇതിനകത്തുള്ള ഈ ഓരോ ടൈനി ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ഈ ഒരു ഡൈപോൾസും ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറും, ഈ ഓരോ ചാർജസും. ഓക്കെ, അതാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു പോളാർ മോളിക്യൂൾസിന്റെ ഇതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. കണ്ടല്ലോ, ഇതാണ് പോളാർ മോളിക്യൂൾസ്, ഇത് നോൺ പോളാർ ആണ്. ഇത് HCl ഹൈഡ്രജൻ ക്ലോറൈഡ് പോളാർ ആണ്. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് അസിമെട്രി വരണം. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവും ക്ലോറിൻ എന്താണ് ഇലക്ട്രോ നെഗറ്റീവും ആണ്. അതുപോലെ തന്നെ ക്ലോറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇവിടെ സൈസ് ചിലപ്പോൾ കൂട്ടി കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അസിമെട്രി ഉണ്ട്, ഒരു സിമെട്രി എലമെന്റ്സ് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് കേസ് നോക്കുമ്പോൾ ഇവിടെ H2 വാട്ടറിന്റെ മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ H2O. ഇവിടെ എന്താണ്, ഇവിടെ ഈ ഒരു ഓക്സിജൻ മോളിക്യൂളും അതുപോലെ തന്നെ ഹൈഡ്രജൻ മോളിക്യൂളും തമ്മിൽ ഇവിടെ ഏകദേശം ഒരു 150 ഡിഗ്രിയുടെ ബോണ്ട് ആംഗിൾ ഉണ്ട്. ഓക്കെ, ബോണ്ട് ആംഗിൾ 150 ഡിഗ്രി. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ പോസിറ്റീവ്സും അതുപോലെ ഓക്സിജൻ അവിടെ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇവിടെ എന്തുണ്ട്, ഒരു അസിമെട്രി എലമെന്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് NH3 നൈട്രജൻ അമോണിയ, NH3 അമോണിയ തോന്നും. NH3 എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ആറ്റം, നൈട്രജൻ ആറ്റം ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇപ്പുറത്ത് വരുന്ന സമയത്ത് നോൺ പോളാർ മോളിക്യൂൾസ് ഇവിടെ നോക്കുക, ഇവിടെ ഇത് രണ്ടും എന്താണ്, നൈട്രജൻ ആണ്, രണ്ട് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. കണ്ടോ, നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പൊ എന്ത് ചെയ്യത്തില്ല, അവിടെ നമുക്ക് ഡൈപോൾ കിട്ടത്തില്ല. ഇനി ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് CO2ന്റെ മോളിക്യൂൾസിൽ അവിടെ നോക്കുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ കേസിൽ ഇലക്ട്രോൺ നെഗറ്റീവ് തന്നെയാണ്, ഇതും ഇലക്ട്രോൺ നെഗറ്റീവ് തന്നെയാണ്. ബട്ട് കാർബൺ എന്താണ്, പോസിറ്റീവ് തന്നെ. ഇവിടെ ഡൈപോൾ മൊമെന്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നും. ബട്ട് ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. എക്സ്റ്റേണൽ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർബൺ ആറ്റം ഇവിടെ രണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നു, ഈക്വൽ സൈഡിലോട്ട് ഇലക്ട്രോ നെഗറ്റീവ് കാരണം അട്രാക്ഷൻ ഉണ്ട്. കണ്ടോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കാരണം രണ്ട് സൈഡിൽ നിന്നും ഇവിടെ എന്ത് ചെയ്തു, ഓക്സിജൻ മോളിക്യൂള് ഇവിടെ ഒരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്, ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടും. അപ്പൊ നമുക്ക് അവിടെ എന്തായി പോകും, നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ട് പോകും. കാരണം രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് അവിടെ ക്യാൻസൽ അല്ലെങ്കിൽ 0 ആയിട്ട് പോകും. ഇവിടെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർബൺ ആറ്റം എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ഇലക്ട്രോണിന്റെ അടുത്തോട്ട് അങ്ങോട്ട് നീങ്ങിപ്പോകും, മൂവ് ചെയ്തു പോകും. ഈ ഒരു ബോണ്ട് വഴി എന്ത് ചെയ്യും, ഒരു മൂവ്മെന്റ് അങ്ങോട്ടുണ്ടാവും. സോ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ അതിന്റെ ആ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡൈപോൾ മൊമെന്റ് അത് ടോട്ടലി എന്തായി മാറും, അത് അവിടെ 0 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡൈപോൾ മൊമെന്റ് ഇല്ലാതായിട്ട് പോകുന്നത്. അല്ല, ഇതിപ്പോ ഒരു ഡയറക്ഷനിൽ മാത്രമായിരുന്നെങ്കിൽ, ഇപ്പൊ ഇതൊരു CO മോളിക്യൂൾ ആയിരുന്നെങ്കിൽ എന്തായി കിട്ടുമായിരുന്നു, CO മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് അതിനെ പോളാർ മോളിക്യൂൾ എന്ന് പറയാൻ പറ്റുമായിരുന്നു. കാരണം നെഗറ്റീവും ഒരു പോസിറ്റീവും ആയിട്ട് വരുമായിരുന്നു. ഇതേ കേസ് തന്നെയാണ് ഈ CCl4ന്റെ ഇതിൽ വരുന്നത്. ഇപ്പൊ നമുക്ക് CCl4 നമുക്ക് ആവശ്യമുള്ളതല്ല. CCl4 ഇതിനെന്തില്ല, സിമെട്രി എലമെന്റ്സ് ഇല്ല. ഇത് ക്ലോറിൻ ഇലക്ട്രോ നെഗറ്റീവും കാർബൺ പോസിറ്റീവും. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതിന്റെ ബോണ്ട് എല്ലാം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും,
ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. താഴെ നിന്ന് മുകളിലോട്ട് എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അട്രാക്ഷൻ ആ ഒരു ഇന്ററാക്ഷൻ എന്ത് ചെയ്യും, ഇവിടുത്തെ ബോണ്ട് അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് നെറ്റ് ഡൈപോൾ മൊമെന്റ് അവിടെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പൊ നോക്കുക, ഒരു സംശയം തോന്നാം, ഇവിടെ ഈ കാർബൺ മോളിക്യൂളില് രണ്ട് സൈഡിൽ ഓക്സിജൻ ആറ്റം ഉണ്ട്, അത് അവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ എന്താ ഇവിടെ ഈ വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ പോകാത്തെന്ന് തോന്നാം. ബട്ട് ഇവിടുത്തെ കേസ് നോക്കുക, ഇത് രണ്ടും എന്താണ്, സിമെട്രിക് ആണ് കേട്ടോ, സിമെട്രിക് എലമെന്റ്സ്. ഇത് സിമെട്രി ആണ്. അതുപോലെ ഇതും അങ്ങനെയാണ്, സിമെട്രി ആണ്. ഇത് നോക്കുന്ന സമയത്ത് സിമെട്രി എലമെന്റ്സ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടെങ്കിൽ സിമെട്രി ആവുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അതെല്ലാം ക്യാൻസൽ ആയി പോകും. ഈ CO2 മോളിക്യൂളിലേക്ക് ക്യാൻസൽ ആയി പോകും. ബട്ട് വാട്ടറിന്റെ മോളിക്യൂൾ എന്താണ്, ഇതൊരു ബെൻഡിങ് ഷേപ്പ് ഉണ്ട്. ഇവിടെ ഈ ഒരു ബെൻഡ് കാരണം അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ഉണ്ട്, ആംഗിൾ 105 ഡിഗ്രി ഏകദേശം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല, അവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആവില്ല. അപ്പൊ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലോട്ടും ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഈ ഒരു ഡയറക്ഷനിൽ കിട്ടും. അപ്പൊ ഈ രണ്ട് ഡയറക്ഷനിലേ വരത്തുള്ളൂ. സോ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നെറ്റ് ഡൈപോൾ മൊമെന്റ് P ഈക്വൽ ടു P1 പ്ലസ് P2. ഫസ്റ്റിന്റെ ഡൈപോൾ മൊമെന്റ് പ്ലസ് സെക്കൻഡ് ഡൈപോൾ മൊമെന്റ്. നമ്മൾ വെക്ടർ അഡീഷൻ വെച്ച് നോക്കിയാൽ നമുക്ക് ഇത് തന്നെ കിട്ടും. സോ ബട്ട് ഇവിടെ എന്തായി പോകും, ഇവിടെ ഒന്ന് ഈ ഡയറക്ഷനിലോട്ട് P, മറ്റൊന്ന് P1, മറ്റൊന്നായിരിക്കും മൈനസ് P ആയിരിക്കും. അപ്പോൾ P മൈനസ് P എന്തായി പോകും, ഇസ് ഈക്വൽ ടു 0 ആയിട്ട് പോകും. ഇങ്ങനെയാണ് അവിടെ ഡൈപോൾ മൊമെന്റ് അവിടെ 0 വരുന്നത്. ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം. എക്സാമ്പിൾ നമ്മൾ അറിയാവുന്ന എക്സാമ്പിൾസ് എഴുതിയാൽ മതിയാവും. ഇന്ന മോളിക്യൂൾ എന്ന് പറയത്തില്ല, എക്സ്പ്ലെയിൻ പോളർ ആൻഡ് നോൺ പോളർ മോളിക്യൂൾസ് വിത്ത് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അല്ലെങ്കിൽ HCl ഒക്കെ എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇതാണ് പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഡൈപോൾസിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ എന്തൊക്കെ കേസസ് അവിടെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പോളറൈസബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അറ്റോമിക് പോളറൈസബിലിറ്റി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അല്ലെങ്കിൽ അറ്റോമിക് പോളറൈസബിലിറ്റി. അപ്പൊ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഒരു ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡിലോട്ട് വയ്ക്കുവാണ്. അപ്പൊ ഇവിടെ വയ്ക്കുന്ന സമയത്ത് ഈ ഇതിനകത്തുള്ള ആ ഒരു ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, അത് അവിടെ ആ ഒരു ഫീൽഡിന്റെ ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്യുകയും നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഇലക്ട്രോൺസ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു ഫിഗർ വരും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ ഒരു മോളിക്യൂൾ. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് രണ്ടും സെയിം കളറാണ്, ജസ്റ്റ് ഒന്ന് മാറ്റി ഒരു ഡൈപോൾ ആയിട്ട് ഇരിക്കും. മോളിക്യൂൾ അല്ല, ഒരു ഡൈപോൾ ആയിട്ട് കരുതുക കേട്ടോ. അപ്പോൾ ഡൈപോൾ ആയിട്ട് കരുതുന്ന സമയത്ത് ഇവിടെ സെന്ററിൽ ഒന്നുമില്ല, ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തോട്ട് വരുവാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ഇത് പോസിറ്റീവ് മോളിക്യൂൾ ആണ്, പോസിറ്റീവ് സൈഡ് ആണ്, മോളിക്യൂൾ അല്ല പോസിറ്റീവ് സൈഡ് ആയിട്ട് പോസിറ്റീവ് ചാർജ് Q പ്ലസ് Q. ഇത് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് പോകും ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനെ റൊട്ടേഷൻ ഇത് മാറ്റും. ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാണ്, ഇലക്ട്രിക് ഫീൽഡിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഈ പ്ലസ് Q ഉണ്ടല്ലോ, ഈ പ്ലസ് Q ഇവിടെ മുകളിലാണ് ഇരിക്കുന്നത്, ഇത് പ്ലസ് Q, ഇതിവിടെ പ്ലസ് Q, ഇതിവിടെ മൈനസ് Q. ഇവിടെ മോളിക്യൂൾ എല്ലാം ഒരു ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഡൈപോൾ ആയിട്ട്. ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ എത്തുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് കയറുമ്പോൾ ഇത് ഇങ്ങനെ ഒരു റൊട്ടേഷൻ ഇവിടെ നടത്തും. അതായത് ഈ പ്ലസ് Q ചാർജ് എലോങ് ദ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലോട്ടും, അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, ആ ഒരു നെഗറ്റീവ് ചാർജ് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്. ഓക്കെ, ഒരു സ്പിന്നിങ് പോലെ ഇങ്ങനെ വരും. കറങ്ങത്തൊന്നുമില്ല, ജസ്റ്റ് അലൈൻമെന്റ് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് പ്ലസ് Q, അതുപോലെ തന്നെ ഈ ഒരു ആ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആ ഒരു നെഗറ്റീവ് Q എന്ത് ചെയ്യുന്നു, മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പോളറൈസബിലിറ്റി അല്ലെങ്കിൽ പോളറൈസേഷൻ എന്ന ഒരു പ്രോപ്പർട്ടി അവിടെ വരുന്നത്. ദെൻ അപ്പൊ ഈ ആറ്റത്തിന് ഈ സെയിം ഡയറക്ഷനിൽ തന്നെ എന്തുണ്ട്, ഒരു പോളറൈസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പോളറൈസേഷൻ ഉണ്ട്, ഡൈപോൾ മൊമെന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡൈപോൾ മൊമെന്റ് P ആണല്ലോ ഡൈപോൾ മൊമെന്റ്, P ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു അത്രത്തോളം എന്ത് ചെയ്തു, അവിടെ ഡൈപോൾ മൊമെന്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ P എന്ന് വെച്ചാൽ ഡൈപോൾ മൊമെന്റ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയാം, ഇലക്ട്രിക് ഫീൽഡിന് പ്രപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രപ്പോർഷണാലിറ്റി മാറ്റം എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് ടേം കൊണ്ട് അവിടെ മൾട്ടിപ്ലൈസ് കൊടുക്കണം. ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു ആൽഫ, ഇത് ആൽഫയാണ് കേട്ടോ, ഇത് പ്രപ്പോർഷണൽ, ഇത് ആൽഫയോൺ. ഓക്കെ, ആൽഫ E എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ പോളറൈസേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊരു മെയിൻ ഇക്വേഷൻ ആണ്.
ഓക്കെ, നിങ്ങൾക്കത് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ അതുപോലെ തന്നെ ഇനി MS ചെയ്യുന്നെങ്കിൽ ആ ഒരു MSc നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അവിടെ നമുക്ക് ഈ ഒരു ഒപ്റ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നെറ്റിക് തിയറി ഒരു പേപ്പർ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതേ ഇക്വേഷൻസ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ഡെറിവേഷൻസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ് ഈ P is equal to ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ പഠിച്ചതാണെന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. P is equal to ആൽഫ ഇ. ഇവിടെ ഈ ആൽഫയെ പറയുന്ന പേരാണ് അറ്റോമിക് പോളറൈസബിലിറ്റി. ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ, അറ്റോമിക് പോളറൈസബിലിറ്റി. ഓക്കെ, അറ്റോമിക് പോളറൈസബിലിറ്റി. ഇതാണ് ഇവിടെ ആൽഫ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മോളിക്യൂൾസിലെ പോളറൈസേഷൻ നോക്കണം. ഓരോ കേസിലുണ്ടാവുന്ന പോളറൈസേഷൻ ഉണ്ട്. നമ്മൾ ഒരു ഇക്വേഷൻ വാട്ട് ഈസ് അറ്റോമിക് പോളറൈസബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളൊരു ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ആറ്റത്തിന്, വെറുതെ ഇരിക്കുന്ന ഒരു ആറ്റത്തിന് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഇതിലോട്ട് കൊണ്ടുവരുവാണ്, ഇലക്ട്രിക് ഫീൽഡിലോട്ട് വെറുതെ എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വെറുതെ കൊണ്ടുവരുമ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അലൈൻ ചെയ്ത് വരുന്നു. ഇങ്ങനെ അലൈൻമെന്റ് ഇലക്ട്രിക് ഫീൽഡിന് സെയിം ഡയറക്ഷനിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പ്ലസ് ക്യൂ ചാർജ് എന്ത് ചെയ്യുന്നു, പ്ലസ് ക്യൂ ആയിട്ട് നിൽക്കുന്ന ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലോട്ടും, അതേസമയം നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും അത് മൂവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ അവിടെ പോളറൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ പോളറൈസേഷൻ ഇൻഡ്യൂസ് ഡൈപോൾ മൂവ്മെന്റ് ഇസ് ഈക്വൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇസ് ഈക്വൽ ടു atomic polarizability into electric field. Alpha is the atomic polarizability. Okay. നമുക്ക് ഓരോ മോളിക്യൂൾസ് ഉണ്ടാകുന്ന പോളറൈസേഷൻ ഒരു ജനറൽ ഇക്വേഷൻ നമുക്ക് അവിടെ ഡിറൈവ് ചെയ്യണം. അതായത് ഈ ഒരു പോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഒരു മോളിക്യൂളിലൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ജനറൽ കണ്ടീഷൻ പറഞ്ഞു. ഇനി ഒരു മോളിക്യൂൾസിനൂടെ കൊണ്ടുവരും, ഒരു മോളിക്യൂൾസിനൂടെ കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ അലൈൻമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു കാർബൺ ആറ്റമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. ഇപ്പോൾ ഇരിക്കുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ ഫിഗർ ആണ് ഇത്. കാർബൺ 2 ഓക്സിജൻ 2 അറ്റം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതിപ്പോ കൊണ്ടുവരുമ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം വെറുതെ ഇങ്ങനെ കൊണ്ടുവരുന്ന കേസ് മാത്രമേ പറഞ്ഞുള്ളൂ, അവിടുത്തെ ഇന്ററാക്ഷന്റെ കേസ് അങ്ങനെയാണ് പറഞ്ഞത്. ബട്ട് അങ്ങനെ മാത്രമല്ല, ഇവിടെ ഞാൻ ഇത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഇപ്പോൾ ഫീൽഡിന് പാരലായിട്ട് കൊണ്ടുവന്നാലും പെർപെൻഡിക്കുലർ ആയിട്ട് കൊണ്ടുവന്നാലും എന്തുണ്ട്, ഇവിടെ നമുക്ക് വേരിയേഷൻ ഉണ്ട്. ഒന്നുകിൽ അങ്ങനെ ചിന്തിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ മോളിക്യൂൾ ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്, ഈ മോളിക്യൂൾ ഇങ്ങനെ വെറുതെ ഇരിപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒന്നുകിൽ ഇതിന് പാരലായിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട്, പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടി വരും. കണ്ടോ, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കേണ്ടി വരും ഈ ഒരു ഡയറക്ഷനിൽ പാരലായിട്ട്. ഇല്ല തിരിച്ച് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇത് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ്, ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു, ഒന്നുകിൽ പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ പാരലായിട്ട് എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു വരുന്ന എന്തുണ്ട്, ചേഞ്ച് ഉണ്ട്. കാരണം കാർബൺ ഡൈ ഒരു എക്സാമ്പിൾ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ നമ്മൾ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്ത സമയത്ത് ഓക്കെ, നമ്മൾ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്ത സമയത്ത് 2 × 10⁻⁻⁴ ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയത്, അവിടെ അറ്റോമിക് പോളറൈസബിലിറ്റി കിട്ടിയത്. നമ്മൾ അവിടെ എന്ത് ചെയ്തു, നമ്മളവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്തപ്പോൾ, പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്ത സമയത്ത് 2 × 10⁻⁴ കൂളംബ് സ്ക്വയർ മീറ്റർ പെർ ന്യൂട്ടൺ. എന്നാണ് ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു പോളറൈസബിലിറ്റിയുടെ വാല്യൂ കിട്ടിയത്. ബട്ട് ഇത് പാരലായിട്ട് കൊടുത്ത സമയത്ത് എന്തായിരുന്നു, പാരലായിട്ട് കൊടുത്ത സമയത്താണെങ്കിൽ പാരൻസ് ഈ ഒരു ഡയറക്ഷനിലോട്ട് ഇങ്ങനെ പാരലായിട്ട് കൊടുത്ത സമയത്ത് എനിക്ക് അവിടെ ഇതിന്റെ പോളറൈസബിലിറ്റി ഏകദേശം 4.5 × 10⁻⁻40 കൂളംബ് സ്ക്വയർ മീറ്റർ ഇങ്ങനെ കിട്ടിയത്. അപ്പൊ എന്ത് പറയാം, അപ്പൊ രണ്ട് ചേഞ്ച് വന്നു. ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ ഡയറക്ഷനിൽ വെച്ച് നോക്കി, ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി. ബട്ട് തിരിച്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി. സെക്കൻഡ് വെച്ചപ്പോൾ ഇതിന് പാരലൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയി നോക്കി. രണ്ട് സമയത്തും രണ്ട് രീതിയിലാണ് കിട്ടിയത്. അതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് അവിടെ ആ ഒരു ഓറിയന്റേഷൻ, ഈ മോളിക്യൂൾസ് ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുന്ന ഓറിയന്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഇക്വേഷൻ നമ്മൾ അവിടെ ഫോം ചെയ്യേണ്ടി വരും. സോ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫീൽഡിനെ തന്നെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നുണ്ട്. ഒന്ന് പാരലൽ കമ്പോണന്റും മറ്റൊന്ന് പെർപെൻഡിക്കുലർ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, രണ്ട് കമ്പോണന്റ് ആയിട്ട് ഞാൻ അതിനെ റിസോൾവ് ചെയ്യണം. അപ്പൊ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ടായിരുന്നത് P = ആൽഫ ഇ, ഇതൊരു ജനറൽ ഇക്വേഷൻ ആയിരുന്നു. അങ്ങനെ ചെയ്ത് ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത സമയത്താണ് പാരലായിട്ട് വെക്കുമ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്ന സമയത്ത് രണ്ടും രണ്ട് രീതിയിലാണ് നമുക്ക് അവിടെ കിട്ടിയത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻ കൂടി കൊടുക്കുക. ദാറ്റ് ഈസ് ഒന്നുകിൽ അത് എന്ത് ചെയ്യാം,
പാരലൽ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കാം. ദാറ്റ് ഈസ് ആൽഫ പെർപെൻഡിക്കുലർ ഇ വെക്റ്റർ പെർപെൻഡിക്കുലർ പ്ലസ് ആൽഫ പാരലൽ ഇ വെക്റ്റർ പാരലൽ. അപ്പോൾ രണ്ട് കണ്ടീഷൻ എന്ത് ചെയ്തു, ആ ഒരു ഒറ്റ ഇക്വേഷനിൽ തന്നെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തെടുത്തു. ഇതിപ്പോ ഒരു ജനറൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു 3 ഡയമെൻഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ 3 ഡയമെൻഷനിലാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എല്ലാ ആക്സിസും നമ്മളിവിടെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കത് മെട്രിക്സ് ആയിട്ട് എഴുതാം. നിങ്ങൾക്ക് പക്ഷേ അത്രയും ഡീപ്പായിട്ടൊന്നും ആവശ്യമില്ല. മെട്രിക്സ് ആയിട്ട് എഴുതി എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ കോർഡിനേറ്റും അത് എഴുതുന്ന സമയത്ത് ഇതുകൂടി എഴുതുക. കാരണം മോളിക്യൂൾസ് നമുക്ക് രണ്ട് രീതിയിൽ ഓറിയന്റേഷൻ ചെയ്യാൻ പറ്റും. ആ ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾസിന്റെ കേസ് എഴുതിയിട്ട് പോളറൈസേഷൻ എന്ന മോളിക്യൂൾ എഴുതി ഈ ഒരു ഇക്വേഷനെ കൂടിയൊക്കെ എഴുതുക. ഈ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ദാറ്റ് ഈസ് ഇതിപ്പോ ഒരു എല്ലാ ഡയറക്ഷനിലും ഒരു ജനറലൈസ്ഡ് കേസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് പി എക്സ് പി വൈ പി ഇസഡ്. അപ്പൊ എല്ലാ ഡയറക്ഷനിലും എങ്ങനെ ഓറിയന്റേഷൻ ചെയ്താലും, ഇതൊരു 3 ഡയമെൻഷനിൽ ആണെങ്കിൽ ഇങ്ങനെ ഓറിയന്റ് ചെയ്താലും അടുത്ത് ഇങ്ങനെ ഓറിയന്റ് ചെയ്താലും ഏത് ഡയറക്ഷനിലോട്ട് നമ്മൾ കൊണ്ടുപോയാലും, ഇപ്പോൾ ഒരു പെർപെൻഡിക്കുലർ വൈ ആക്സിന് പെർപെൻഡിക്കുലർ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതൊരു ഡയറക്ഷനിലോട്ട് ഞാൻ ഇതിനെ കൊണ്ടുപോയാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എല്ലാ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പി എക്സ് ഈക്വൽ ടു പി വൈ ഈക്വൽ ടു പി ഇസഡ്. ഇവിടെ എന്ത് വരുന്നു കഴിഞ്ഞാൽ ആൽഫ എക്സ് എക്സ് ഇ എക്സ് പ്ലസ് ഇതുപോലെ ആൽഫ എക്സ് വൈ ഇ എക്സ് പ്ലസ് ആൽഫ എക്സ് ഇസഡ് ഇ ഇസഡ്. ഇത് ശരിക്കും മെട്രിക്സിനകത്തുള്ള എലമെന്റ്സ് ആണ്, മെട്രിക്സ് എലമെന്റ്സ് ആണ് എഴുതി പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് തന്നിരിക്കുന്നേ ഉള്ളൂ, മെട്രിക്സ് ആണ് ശരിക്കും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ആൽഫ വൈ എക്സ് ഇ എക്സ് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ക്വാണ്ടിറ്റി ഇങ്ങനെ മാറി മാറി എഴുതേണ്ടി വരും. ഓക്കെ, അടുത്ത അതുപോലെ തന്നെ പി ഇസഡ് ക്വാണ്ടിറ്റി. അതായത് ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ് ഈ കാണിക്കുന്നത്. ഏതൊരു ഡയറക്ഷനിലൊക്കെ ഓറിയന്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പോളറൈസേഷൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ 9 വാല്യൂസിന് ഇവിടെ 9 വാല്യൂസ് വരും. കാരണം ഇവിടെ 3 3 into 3 എന്തായിരിക്കും, 9 വാല്യൂസ് വരും. ഈ 9 വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എ ആൽഫ ഐ ജെ എന്ന് കൊടുക്കാം. ആൽഫ ഐ ജെ, ഈ ആൽഫ ഐ ജെ പറയുന്നതാണ് അവിടുത്തെ ടെൻസർ എലമെന്റ് എന്ന് പറയും. നിങ്ങൾക്ക് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ മെട്രിക്സ് റെപ്രസെന്റേഷനിൽ ഈ ആൽഫ ഐ ജെ കൊടുക്കുന്ന കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ടെൻസർ. അപ്പോൾ ടെൻസർ അല്ലെങ്കിൽ പോളറൈസബിലിറ്റി ടെൻസർ എന്ന് പറയും ആൽഫ ഐ ജിയുടെ വാല്യൂവിനെ. ഈ കമ്പൈൻ ചെയ്യുമ്പോൾ ഐക്ക് ഒരു വാല്യൂ ജെക്ക് ഒരു വാല്യൂ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഐ എക്സ് ആകുമ്പോൾ മറ്റേ ജെ എന്ത് ചെയ്തു, ഫസ്റ്റ് കേസിൽ എക്സ് ആവുന്നുണ്ട്. അങ്ങനെ ഓരോ കണ്ടീഷൻ നമുക്ക് കൊടുക്കും. അതിൽ പറയുന്ന പേരാണ് ഈ പോളറൈസബിലിറ്റി ടെൻസർ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പോളറൈസബിലിറ്റി ടെൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എഴുതുക. അതിന് എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് ഹിയർ ദ ആൽഫ ഐ ജി റെപ്രസെന്റ് ദ പോളറൈസബിലിറ്റി ടെൻസർ. ഇത്ര എഴുതിയാൽ മതിയാവും, പോളറൈസബിലിറ്റി ടെൻസറിന്റെ ആൻസർ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പോളറൈസബിലിറ്റി ടെൻസർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് അലൈൻമെന്റ് ഓഫ് പോളാർ മോളിക്യൂൾ അല്ലെങ്കിൽ ഡൈപോളിന്റെ യൂണിഫോം ഫീൽഡ്. നമുക്കൊരു ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ, ഒരു ടോർക്കിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ കൊണ്ടുവരണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഈ ഒരു ഡെറിവേഷൻ ചെയ്യുന്നു. ഡെറിവേഷൻ ചെറിയൊരു ഇക്വേഷൻ. നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ കേസിലൊക്കെ പറഞ്ഞല്ലോ, പോളാർ മോളിക്യൂൾസ് ആണ് പറഞ്ഞിരുന്നു. വാട്ടർ മോളിക്യൂളിന്റെ അതിനാണ് ലാർജ് ഡൈപോൾ മൊമെന്റ് 6.1 × 10⁻30 കൂളം മീറ്റർ വാട്ടർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ആണ്. നമുക്ക് ഈ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്ന ഇതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഡൈപോളിനെ മോളിക്യൂൾ എന്ന കൺസെപ്റ്റ് മാറ്റി ഡൈപോൾ ആക്കി കൺസിഡർ ചെയ്യുക. അതിനെ ഇവിടെ കൊണ്ടുവരുവാണ്. ഫിഗർ ഉണ്ട്. ഓക്കെ, ഒരു ഡൈപോളിന് ഞാൻ എന്ത് ചെയ്തു, ഇലക്ട്രിക് ഡൈപോളിനെ എക്സ്റ്റേണൽ ഫീൽഡ് ഒരു യൂണിഫോം ഫീൽഡ് ആണ് കൊണ്ടുവന്നത്. അപ്പോൾ യൂണിഫോം ഫീൽഡിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു, പോസിറ്റീവ് ചാർജ് ആ ഒരു ഫീൽഡിന്റെ ഡയറക്ഷൻ എലോങ് ആയിട്ട് പോയിട്ടുണ്ട്. ബട്ട് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തു, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തു. ഇവിടെ ആ ഒരു ടോർക്ക് ഉണ്ടാവാൻ റീസൺ ആണ് ഇവിടെ എന്ത് ചെയ്തു, ഇങ്ങനെ ഇരുന്ന ഒരു മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ ഡൈപോൾ ആണ്, ഇങ്ങനെ ഡൈപോളിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ, കാരണം ഈ ഒരു ഇത് കാരണം ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്ത് ചെയ്തു, ഒരു ടോർക്ക് അതിന് അപ്പോഴേ തന്നെ കിട്ടി. ജസ്റ്റ് ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ്. ഓക്കെ, സ്പിൻ ചെയ്തൊന്നുമില്ല, ജസ്റ്റ് റൊട്ടേഷൻ മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഓക്കെ, അത് അറിഞ്ഞിരിക്കാം. Consider a polar molecule kept in a uniform electric field. Then the plus q charge experience a plus QE along the direction of E, and the negative charge experience a force QE opposite to the direction of E. Okay, ഞാൻ പറഞ്ഞ അതേ ടോപ്പിക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് പ്ലസ് ക്യു ഇ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൈനസ് ക്യു ഇ അവിടെ എന്ത് ചെയ്യുന്നു, അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് എന്നെടുക്കാം. നെറ്റ് ഫോഴ്സ് എന്ന് ഇപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യണം. നെറ്റ് ഫോഴ്സ് എപ്പോഴും ഫസ്റ്റ് ഫോഴ്സ് F1 പ്ലസ് F2 ആണ്. ഇതിപ്പോൾ F1 ഉം ഇവിടെ F2 ആണ്. നെറ്റ് ഫോഴ്സ് ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു Ft ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2 ആണ്. ദെൻ എന്ത് കിട്ടും, ഇവിടെ പ്ലസ് ക്യു ഇ ആണ്. പ്ലസ് ക്യു ഇ
ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു മൈനസ് ആയതുകൊണ്ട് മൈനസ് ക്യൂ. ഇപ്പൊ നെറ്റ് ഫോഴ്സ് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ക്യാൻസൽ ആയി പോകുന്നു, രണ്ട് സൈഡിലും ഒരേപോലെ ആക്ട് ചെയ്യാണ് കപ്പിൾ ഫോഴ്സ് പോലെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കപ്പിൾ ഫോഴ്സസ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, രണ്ടുപേരുടെ ക്യാൻസൽ ആയി പോകുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ ഇവിടെ വരുമ്പോൾ എന്താണ്, ഈ ഫോഴ്സ് 0 ആവുന്നെങ്കിലും ജസ്റ്റ് ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. അപ്പൊ ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ അലോഗോസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സ്, ലീനിയർ ഫോഴ്സ് നോക്കുമ്പോൾ ഫോഴ്സ് അവിടെ ക്യാൻസൽ ആയി പോകും. ഈ ലീനിയർലി ഈ ഒരു കേസിൽ നോക്കുമ്പോൾ ഇതാണ് ഈ ഫോഴ്സ് വെറുതെ വരുന്ന സമയത്തുള്ള ഫോഴ്സ് ആണ്. ബട്ട് എന്ത് ചെയ്യുന്നു, ഇതിന് റൊട്ടേഷൻ എഫക്ട് കിട്ടുകയില്ലേ. നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഓറിയന്റേഷൻ അറ്റ് ആംഗിൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് അലൈൻ ചെയ്ത് നിൽക്കത്തുള്ളൂ. കാരണം അവിടെ ഒരു ടോർക്ക് ഉണ്ട്, ഫോഴ്സ് ഇല്ല എന്നുള്ളൂ, ഫോഴ്സ് കാരണം ഒരു ടോർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ടോർക്കിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ടോർക്ക്. നമ്മുടെ ഫിസിക്സിൽ ബാക്കി ചാപ്റ്റേഴ്സിലെല്ലാം ടോർക്ക് ടോ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ നമുക്ക് ഇത് ഈ ഒരു ചാപ്റ്ററിലോട്ട് എൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യാം. എന്നെ ടോർക്ക് എൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എഫ് ക്രോസ് ആർ ആണ് ടോർക്കിന്റെ ഇക്വേഷൻ. ഓക്കെ, ടോർക്ക് ഇപ്പോൾ ഇതൊരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നു, ഇവിടെ ഞാൻ ഫോഴ്സ് ആക്റ്റീവ് ആണ്. അപ്പോൾ ഇത് ടോർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ഒറിജിൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു ഇവിടുത്തെ ഫോഴ്സ്, അപ്പോഴെന്ത് ചെയ്ത് ഈ റൊട്ടേറ്റിംഗ് എഫക്റ്റ് കിട്ടുന്നത്. ഓക്കെ, റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഇസ് ഈക്വൽ ടു ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആൻഡ് ഇവിടുത്തെ ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എടുക്കാം. വൺ ഓഫ് ദ ഫോഴ്സ് നമ്മൾ അവിടെ QE sin തീറ്റ എടുക്കുന്നുണ്ട്. QE sin തീറ്റ is equal to QE sin തീറ്റ. കാരണം QE sin തീറ്റ എടുക്കുക കാരണം ഫോഴ്സ് ഇൻറ്റു എന്ത് ചെയ്യണം, ഈ തീറ്റ ആംഗിൾ നമ്മൾ എടുക്കണം. ഓക്കെ, ഫോഴ്സ് നമ്മൾ എടുക്കണം, അതുപോലെ തന്നെ ആ തീറ്റ ആംഗിൾ എടുക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു റൈറ്റ് ആൻഡ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ ആംഗിൾ വരുന്നത്. ആംഗിൾ അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷനിലല്ല തിരിച്ചെടുത്താൽ ഇവിടെ എടുത്താൽ ആംഗിൾ തീറ്റ തന്നെ വരും. ഈക്വലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും വരുന്നത്. ഇവിടെ എന്ത് ചെയ്യും, തീറ്റ തന്നെ വരും. ബട്ട് നമുക്ക് മൈനസ് എടുക്കേണ്ടി വരും. നമ്മൾ എന്തെടുത്തു, അതിനെ അവിടെ നമ്മൾ QE sin തീറ്റ എടുത്തിട്ടുണ്ട്. QE sin തീറ്റ. ബട്ട് നമുക്ക് വേറൊരു റിലേഷൻ അറിയാം. അതായത് ഈ ഒരു ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ P is equal to ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് Q ഇൻറ്റു D. ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ സെപ്പറേഷൻ, ഈ ഒരു D, ഇതാണ് ഇവിടുത്തെ ഈ D എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് ഈക്വൽ ആയിരിക്കും, അതുകൊണ്ട് Q എന്ന് എടുത്താൽ മതി. Q1 Q2 വേണ്ട, Q മാത്രം മതി. ഈ ഒരു റിലേഷൻ അവിടെ. അപ്പോൾ ഈ റിലേഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് D കൂടി ഉണ്ട് കേട്ടോ, D sin തീറ്റ. QED sin തീറ്റ ആണ് കിട്ടുന്നത്. അപ്പോൾ QD ക്ക് പകരം എന്ത് ചെയ്യാം, P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് P ഇൻറ്റു E sin തീറ്റ എന്നിട്ട് P sin തീറ്റ. അപ്പോൾ ഈ P sin തീറ്റയിൽ sin തീറ്റ കമ്പോണന്റ് വന്നത് എന്താണ്, sin തീറ്റ കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ അതവിടെ നമുക്ക് sin തീറ്റ ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും. sin തീറ്റ ആണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും. cos തീറ്റ കമ്പോണന്റ് എന്ന് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും, അവിടെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് വരും. ദാറ്റ് ഈസ് ദ ടോട്ടൽ ടോർക്ക് N ഈസ് ഈക്വൽ ടു P വെക്ടർ ക്രോസ് E വെക്ടർ. ഓക്കെ, ഇങ്ങനെയായിരിക്കും അവിടുത്തെ ടോർക്കിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ഇവിടെ ടോർക്ക് കിട്ടുന്ന കാരണം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരുപാട് കൂട്ടും. അതിൽ ഒരു മിനിമം ഇന്റൻസിറ്റി ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്നും എന്ത് ചെയ്യത്തില്ല, ഇത് അലൈൻ ചെയ്യത്തില്ല. ഒരു മിനിമം ഇന്റൻസിറ്റി ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ടോർക്കിന്റെ ഇൻഫ്ലുവൻസിൽ ഇങ്ങനെ അലൈൻ ചെയ്യും, ഇങ്ങനെ പാരലൽ ആയിട്ട്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തൊന്നുമില്ല, കുറച്ച് സമയം ഇങ്ങനെ അലൈൻ ചെയ്യും. ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച്. തീരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഒന്നും ചെയ്യത്തില്ല, ഈ ഒരു ചെറിയ ആംഗിളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആംഗിൾ വേരിയേഷൻ നമ്മൾ സ്റ്റഡീസിനൊക്കെ എടുക്കുന്നത്, കാരണം നമുക്ക് ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഒക്കെ ഡെറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഇക്വേഷൻ എടുത്ത് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം. തീറ്റ വാല്യൂ 0 ആവുന്ന കേസിലൂടെ മാക്സിമം ടോർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ 90 ആവും, 0 ആകുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ട്, 90 ആകുമ്പോൾ മാക്സിമം കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് അവിടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 90 ആവുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എന്ത് ചെയ്യും, അത് വീണ്ടും തിരിച്ച് ഈ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ ഓറിയന്റേഷൻ നടക്കും. ഇതൊക്കെയാണ് നമുക്ക് ആ ടോർക്കിന്റെ കേസിൽ നോക്കാറുള്ളത്. അല്ലെങ്കിൽ ഫോഴ്സ്, ഡൈപോൾ മൊമെന്റിന് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇതിപ്പോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസാണ് പറഞ്ഞത്. ഇനി ഇവിടെ എന്ത് ചെയ്യാം, നോൺ യൂണിഫോം രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് ചില സമയത്ത് ചാർജസ് വരാം. ഓക്കെ, ഇവിടെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്.
ഇത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്തു, ഒരു ചാർജ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡൈപോൾ അവിടെ കൊണ്ടുവരുവാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അവിടുത്തെ കേസിൽ നമുക്ക് അവിടെ ഇവിടെ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ബട്ട് എന്തല്ല, അത് അവിടെ യൂണിഫോം അല്ല. ഇഫ് ദ external field is non-uniform, then the net force will not be zero. Let the F be, കാരണം എന്ത് ചെയ്യുന്നു, നെറ്റ് ഫോഴ്സ് ഇതിന്റെ കേസിൽ വരുന്ന, നേരത്തെ പറഞ്ഞില്ലേ ഫോഴ്സ് എഫിന്റെ വാല്യൂസ് നമ്മൾ നേരത്തെ സീറോ എന്നാണ് പറഞ്ഞത്. ബട്ട് ഇവിടെ എന്തായിരിക്കത്തില്ല, നെറ്റ് ഫോഴ്സ് അവിടെ നമുക്ക് സീറോ ആയിരിക്കത്തില്ല. ഇവിടെ ആ ടോർക്കും കാണും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോഴ്സും കാണും. ദാറ്റ് ഈസ് ദ ടോട്ടൽ ടോർക്ക്. പറയുന്നത് ഓർക്കുക, അതായത് ഇവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ ആ ഫോഴ്സിന്റെ കേസ് എഫ് എന്ന് പറഞ്ഞു, ടോട്ടൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു ക്യു ഇ മൈനസ് ക്യു ഇ, ലീനിയർ ഫോഴ്സ് അവിടെ സീറോ എന്ന് പറഞ്ഞു. ഇത് വേറെ മൂവ്മെന്റ് ഇല്ലാതെ എന്ത് ചെയ്യും, അവിടെ നിന്ന് റൊട്ടേഷൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ മോഷൻ എക്സിക്യൂട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് പോകത്തില്ല. ബട്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലാതെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കിട്ടുന്ന നെറ്റ് ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്കും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോഴ്സും കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ ടോർക്ക് N is equal to the sum of, നേരത്തെ എടുത്ത ആ ഒരു ഇക്വേഷൻ P ക്രോസ് E പ്ലസ് ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. ഫോഴ്സിന്റെ കമ്പോണന്റ് എന്ത് ചെയ്യും, നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലുള്ള സിറ്റുവേഷൻ. കാരണം അവിടെ നമുക്ക് രണ്ട് കമ്പോണൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ടോട്ടലി പറയുവാണെങ്കിൽ ടോട്ടലി നമുക്ക് പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഡൈപോൾ കെപ്റ്റ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ടോർക്ക് ആൻഡ് നെറ്റ് ഫോഴ്സ്. ഫോഴ്സും കിട്ടുന്നുണ്ട്, ടോർക്കും കിട്ടും. അപ്പോൾ ടോർക്ക് കിട്ടി കഴിഞ്ഞാൽ റൊട്ടേഷൻ നടക്കും, ഫോഴ്സ് കിട്ടി കഴിഞ്ഞാൽ മൂവ്മെന്റ് നടക്കും. അതായത് നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഈ ഡൈപോൾ എന്ത് ചെയ്യും, അവിടെ ഒന്ന് മൂവ്മെന്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്ത് നടക്കും. ഓക്കെ, മറ്റാണെങ്കിൽ അലൈൻ ചെയ്ത് അവിടെ നിൽക്കത്തേ ഉള്ളൂ, മൂവ്മെന്റ് അവിടെ നടക്കത്തില്ല. കാരണം ഫോഴ്സ് അവിടെ ക്യാൻസൽ ആയി പോകും, ഈക്വൽ ഓപ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഡൈപോൾ മൊമെന്റ് യൂണിഫോം ഫീൽഡും നോൺ യൂണിഫോം ഫീൽഡിലും ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോളറൈസേഷൻ ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ്. പിന്നീട് നമ്മൾ ഒരു കപ്പാസിറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസിലോട്ട് മൂവ് ചെയ്ത്, കപ്പാസിറ്ററിന്റെ കേസ് നമ്മൾ പഠിച്ചതുപോലത്തെ ആ ഒരു ഇക്വേഷൻ ഒക്കെ ഇനിയാണ് വരുന്നത് അവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഗോസസ് ലോ ഡിറൈവ് ചെയ്യാനുണ്ട്, ബൗണ്ടറി കണ്ടീഷൻസും ഉണ്ട്. ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ആയിരിക്കും. ദെൻ അടുത്ത ടോപ്പിക് വരുന്ന ഇലക്ട്രോണിക്സ് അക്സെപ്റ്റബിലിറ്റി. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഈ ഒരു ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് തീരുന്ന ചാപ്റ്റർ. ഒരു 2-3 ക്ലാസ്സിനകത്തേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ. നമുക്കിനി പോളറൈസേഷൻ ഓഫ് എ ഡൈഇലക്ട്രിക് സ്ലാബ് നോക്കാം. കണ്ടല്ലോ, ഇത് നമ്മൾ ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് സ്ലാബ് അല്ല, ഇത് കപ്പാസിറ്റൻസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണിച്ചാണ് കപ്പാസിറ്റൻസ് പ്ലേറ്റ്. അതായത് രണ്ട് പ്ലേറ്റ്സ് കാണും, മെറ്റാലിക് പ്ലേറ്റ്സ് ആയിരിക്കും. കപ്പാസിറ്ററിന്റെ കേസിലൊക്കെ ചില സമയത്ത് അലുമിനിയം ഒക്കെയാണ് യൂസ് ചെയ്തത് കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അലുമിനിയോ കോപ്പറോ അങ്ങനെ രണ്ട് പ്ലേറ്റ്സ് കാണും. ഈ രണ്ട് പ്ലേറ്റ്സിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഇന്ററാക്ഷനും ബാക്കി കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളറൈസേഷൻ ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം രണ്ട് പ്ലേറ്റ്സ് എടുക്കുക. പ്ലേറ്റ്സ് നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് എടുക്കുക, അതിന് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. ഈ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ അതിന്റെ പോസിറ്റീവും മറ്റൊരു സൈഡിൽ അതിന്റെ നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത്. അതാണ് ഈ ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത്. ഇവിടെ പ്ലേറ്റ് ഏരിയ സെപ്പറേഷൻ, പ്ലേറ്റ് സെപ്പറേഷൻ, ഇതെല്ലാം നമ്മൾ കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂസിൽ വരുന്ന ഇതാണ്. അപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് അത് നോക്കണ്ട. ഇപ്പൊ വേറൊരു ഫിഗർ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്, അതാണ് ആ ഒരു സെപ്പറേഷനെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാരലൽ പ്ലേറ്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ നമ്മളിവിടെ ഈ ഒരു ഡൈഇലക്ട്രിക് സ്ലാബിന്റെ പോളറൈസേഷൻ പഠിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, ഇവിടെ മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. അപ്പോൾ ഡൈഇലക്ട്രിക് എന്താണ്, അപ്പോൾ ഡൈഇലക്ട്രിക്കിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ ഡൈപോൾസ് കാണുമല്ലോ. അതാണ് ഡൈഇലക്ട്രിക് സ്ലാബ് എങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ആറ്റംസ് കാണും. ആറ്റംസ് അവിടെ ഇങ്ങനെ ഓറിയന്റേഷൻ ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു ഓറിയന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. That is, let E0 be the uniform electric field directed from the positive charged metal plates A to negatively charged metal plates B. എയിൽ നിന്നും ബിയിലോട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ ഒരു ബ്ലൂ കളർ ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ എ ഡൈഇലക്ട്രിക് സ്ലാബ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ലാബ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ലാബിൽ ഒരു മെറ്റൽ പ്ലേറ്റ്സ് എടുത്ത് വെച്ചാൽ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ ഒരു കപ്പാസിറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുവാണ്. അതാണ് ഇവിടെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്ററിൽ മെറ്റൽ പ്ലേറ്റ് വെച്ചൊന്നും ഡയറക്റ്റ് സ്ലാബ് വെച്ചൊന്നും അല്ല, ഈ ഒരു മെറ്റൽ പ്ലേറ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്,
ഒരു ചാർജ് ഒരു ബാറ്ററി ആയിട്ട് ഉടനെ അതവിടെ ഒരു കപ്പാസിറ്റർ ആണ്. വെറുതെ വെച്ചാലും മതി, കപ്പാസിറ്ററായി മാറിക്കോളും. ഓക്കെ, അപ്പൊ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്ത് ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് കൊണ്ട് പ്ലേസ് ചെയ്ത് ആ ഒരു വയ്ക്കുന്ന സമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്യും, വെറുതെ ഇരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ എന്ത് ചെയ്യും, ഇങ്ങനെ മാത്രമേ ഇലക്ട്രോൺസ് പ്രോട്ടോൺ ഒക്കെ ഒഴിക്കും, ഫസ്റ്റ് ഇരിക്കും. ബട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ട ഉടനെ എന്ത് ചെയ്യുവാണ്, ഇലക്ട്രിക് ഫീൽഡ് വന്ന ഉടനെ അത് അവിടെ ഡൈപോൾ ആയിട്ട് ബിഹേവ് ചെയ്യും. ഒന്നിവിടെ എന്ത് ചെയ്യും, ഡൈപോൾ ആയിട്ട് മാറും. ഓക്കെ, രണ്ടും ഒന്നിച്ചിരിക്കുന്നവർ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അവര് രണ്ടായിട്ട് ഇതായി സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഡൈപോൾസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ എല്ലാ ആറ്റംസ്, ഇതിനകത്തുള്ള എല്ലാ ആറ്റംസ് എന്ത് ചെയ്യും, യൂണിഫോംലി പോളറൈസ് ചെയ്തിട്ട് ഈ ഒരു സ്ലാബിന്റെ എഡ്ജസ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും, അലൈൻമെന്റ് ചെയ്തു വരും. അപ്പോൾ ഈ ഒരു ഡയലക്ട്രിക്സിന്റെ ഇവിടുത്തെ ഈ ഫിഗറിൽ അത്രയും ക്ലിയർ അല്ല. ഇപ്പോൾ ഡയലക്ട്രിക്കിന്റെ സൈഡിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഡയലക്ട്രിക് ആണെങ്കിൽ ഇതിന്റെ രണ്ട് ഫേസസിലോട്ട്, സർഫസിലോട്ട് ചാർജസ് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യും. ഇത് പോസിറ്റീവ് ചാർജ്, ഇങ്ങനെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, കാരണം ഇതിനകത്ത് ഇങ്ങനെ ഡൈപോൾസ് ഫോം ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിലും ചാർജസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ കാരണം ഒന്ന് ഈ എക്സ്റ്റേണൽ ഫീൽഡ് കാരണം. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ കിട്ടുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ടി എന്ന് പറയുന്നത് കൊടുക്കാം, ഈ ടോട്ടൽ. ഇവിടെ E0 ഞാനിവിടെ അപ്ലൈ ചെയ്ത ഫീൽഡ് കണ്ടല്ലോ, ഈ ബ്ലൂ കളറിൽ ഞാനിവിടെ കൊടുത്ത ഫീൽഡ് എന്തായിരുന്നു, ഇതിവിടെ E0 ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഞാൻ അപ്ലൈ ചെയ്തത്, അത് അവിടെ വരുന്നുണ്ട്. പ്ലസ് ഇവിടെ ഈ ഒരു ഡൈപോൾസ് ഫോം ചെയ്യുമ്പോൾ ഡൈപോൾ ഇറ്റ്സെൽഫ് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൈപോൾസ് ഇറ്റ്സെൽഫ് തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുന്നു. കാരണം പോളറൈസേഷൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫേസ് ഈക്വൽ ടു ആൽഫ ഈ ഒരു ഇക്വേഷൻ പറഞ്ഞു, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുവാണ് ആ ഡൈപോൾസ് കാരണം. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ഇതുകൂടെ എന്ത് ചെയ്യണം, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വയ്ക്കുമ്പോൾ ഇറ്റ്സെൽഫ് അതിന്റെ ആറ്റംസ് കാരണം തന്നെ, അല്ലെങ്കിൽ ഡൈപോൾസ് കാരണം തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൂടി അവിടെ ഫോം ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇ പി എന്ന് അവിടെ പറയുന്നത്. കാരണം പോളറൈസേഷൻ കാരണം അവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. ദാറ്റ് ഈസ് സം ഓഫ് E0 മൈനസ്, അത് നെഗറ്റീവ് സൈനും ആയിരിക്കും, ഇ പി. Then ഇനി നമ്മൾ കപ്പാസിറ്റേഴ്സിന്റെ കണ്ടീഷൻ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ചാർജ്, ഈ ഒരു പ്ലേറ്റ് സെപ്പറേഷൻ plus q and minus qa be the induced charges appearing on the two surface by a distance d, which is the thickness of the slab as shown in figure. Okay, ഇവിടെ നമ്മൾ കാണിച്ചതിനനുസരിച്ചിട്ട് ഈ ഒരു ഫിഗറിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്ലേറ്റ് സെപ്പറേഷൻ അവിടെ നമുക്ക് d ആണ്. അപ്പോൾ ഇന്റീരിയർ ഓഫ് ദ സ്ലാബില് നെറ്റ് ചാർജ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഡയലക്ട്രിക് മീഡിയത്തിന്റെ ഇന്റീരിയറിൽ അവിടെ നമുക്ക് നെറ്റ് ചാർജ് 0 ആയിരിക്കും. Then the total dipole moment of the surface induced charge is equal to, ഇവിടെ ഇതിന്റെ സർഫസിലെ ചാർജസ് ഉള്ളൂ, അകത്ത് എന്തില്ല, ചാർജസ് ഇല്ല. കാരണം നമുക്ക് കണ്ടക്ടേഴ്സ് അല്ല, ഇതിന്റെ സർഫസിലാണ് എന്ത് ചെയ്തത്, ചാർജസ് ഇരിക്കുന്നത്. ഡൈപോൾ മൊമെന്റ് കാരണം സർഫസിലാണ് അവിടെ നമുക്ക് ചാർജസ് ഇരിക്കുന്നത്. അപ്പൊ അകത്തൂടി കയറി പോകുന്നെങ്കിൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും, കണ്ടക്ടേഴ്സിലായി നമുക്ക് എന്ത് ചെയ്യും, ചാർജ് ഇവിടെ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് സർഫസിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ചാർജ് അവിടെ ഇൻഡ്യൂസ് ചെയ്തുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ അലൈൻമെന്റ് ആവുന്നുണ്ട്, അലൈൻമെന്റ് ആവുകയും ഓരോ സർഫസ്, ഇപ്പൊ ഈ ഒരു സർഫസ് നെഗറ്റീവ് ആയിരിക്കും, ഈ സൈഡ് മൊത്തം നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ്. കാരണം ഇവിടെ പോസിറ്റീവ് ആണ്, ഈ പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്, ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഇപ്പോഴത്തെ നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്, ഇവിടെ എന്തായിരിക്കും, ഇവിടെ എല്ലാം മൊത്തത്തിൽ പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ അലൈൻമെന്റ് ചെയ്യുന്നത്. That is dipole moment of the surface induced charge equal to surface induced charge dipole moment P is equal to QI DI. അപ്പൊ ഇവിടെ QI കൊടുക്കാൻ കാരണം എത്ര ചാർജസ് നമുക്ക് അറിയത്തില്ല, അപ്പൊ എത്ര ചാർജസ് ഉണ്ടോ അത്രയും ചാർജസ്. ഓക്കെ, അതാണ് വരുന്നത്. ആൻഡ് ദെൻ ഇവിടെ വച്ച ഡയലക്ട്രിക് മെറ്റീരിയലിന്റെ ഓൾ എത്രയായിരിക്കും, സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ്, ഡി തിക്നെസ് ഉള്ള നമ്മൾ വെച്ചത്, ദാറ്റ് ഇസ് ഏരിയ അല്ലെ വോളിയം ഓഫ് ദ ഡൈഇലക്ട്രിക് സ്ലാബ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ആണ്. ഓക്കെ, ഏരിയ ആയിട്ട് ഒരു തിക്നെസ്, ഇതിന്റെ ഏരിയ ഇവിടെ വെക്കുന്ന, ഇതിലിപ്പോ ഒരു സ്ലാബ് വെൽ ഡിഫൈൻ കാണിച്ചില്ല, നമ്മളൊരു റെക്ടാംഗുലർ സ്ലാബ് ആണ്, ഇങ്ങനത്തെ സ്ലാബ് ആണ് വെക്കുന്നത് കണ്ടോ, ഇങ്ങനത്തെ സ്ലാബ് നമ്മുടെ ഇങ്ങനെ വെക്കും. ഈ സ്ലാബിലാണ് ഈ ഇതെല്ലാം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഈ ഡൈപോൾസ് എല്ലാം. ഓക്കെ, അതാണ് സ്ലാബിന്റെ ഏരിയ ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ദ പോളറൈസേഷൻ T.
നമ്മൾ ഇപ്പോഴാണ് പോളറൈസേഷൻ പി അല്ലെ പോളറൈസേഷൻ എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻ ഫോം ചെയ്തത്. അപ്പൊ നേരത്തെ പി ആയിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. നേരത്തെ പി സ്മോൾ പി ആയിരുന്നു, അതെല്ലാം എന്താണ് ഡൈപോൾ മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ടീഷനിലും എടുത്തുകൊണ്ട് പി എന്ന് വെച്ചാൽ അവിടുത്തെ ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ അവിടെ സ്മോൾ പി റെപ്രസെന്റ് ചെയ്തത്. ഇപ്പോൾ എടുത്ത ഈ ഒരു ക്യാപിറ്റൽ പി ആണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ദ പോളറൈസേഷൻ പി. അപ്പോൾ പിയുടെ ഇക്വേഷൻ ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു polarization P, capital P equal to QID by AD. QID by AB. ഇതില് QI by A എന്തായിരുന്നു? QI by AD. QI by A, charge by area. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, നമുക്ക് എന്തെടുക്കാം? ദാറ്റ് ഈസ് പോളറൈസേഷൻ P ഈക്വൽ ടു സിഗ്മ, ഒരു ബി കൂടി കൊടുക്കുക, കാരണം ബൗണ്ട് ചാർജസ് ആണ് കാണിക്കാൻ വേണ്ടി. സർഫസിലേ ഉള്ളൂ. നമ്മുടെ ഓളിയം എലമെന്റ് എടുക്കാത്ത എന്താണ്? ഓളിയത്തിൽ ചാർജ് ഇല്ല, ഓളിയം ഇൻസൈഡ് മൊത്തത്തിൽ വരും, ഓളിയത്തിൽ ചാർജ് ഇല്ല, സർഫസിൽ മാത്രമേ ചാർജ് ഉള്ളൂ. അതുകൊണ്ടാണ് എന്തെടുത്തത്? അവിടെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന കൺസെപ്റ്റ് മാത്രം എടുത്തത്. ദാറ്റ് ഈസ് P is equal to സിഗ്മ ബി എന്ന് കിട്ടും, വേർ ബി ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദ ബൗണ്ട് ചാർജസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കിയത്. എന്താണ് ഡൈലക്ട്രിക്സ്? അപ്പൊ ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും ഡൈലക്ട്രിക്സ്, ഇത് ഒരു വ്യത്യാസം എന്താണ്? ഇപ്പോൾ ഡൈലക്ട്രിക് കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചാർജ് കണ്ടക്ഷൻ പോസിബിൾ ആണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ പോസിബിൾ അല്ല. അത് ചാർജ് കണ്ടക്ഷൻ അല്ല ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടക്കത്തുള്ളൂ. ഇവിടെ എന്താണ്? ഇവിടെ ഈ ഒരു ഇൻഡ്യൂഷൻ കാരണം, ഇൻഡക്ഷൻ കാരണം എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അലൈൻമെന്റ് കാരണം ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അങ്ങനെയാണ് ചാർജ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ നോക്കിയതായിരുന്നു പോളാർ മോളിക്യൂൾസ് എന്താണ്, നോൺ പോളാർ മോളിക്യൂൾസ് എന്താണ്. പോളാർ മോളിക്യൂൾസ് എന്താണ്, നോൺ പോളാർ മോളിക്യൂൾസ് നോക്കി, കുറച്ച് രണ്ട് എക്സാമ്പിൾസ് നോക്കിയിരുന്നു. അതുപോലെ തന്നെ പോളാർ മോളിക്യൂൾസ് പോസിറ്റീവ് ന്യൂക്ലിയർ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ അവിടെ അലൈൻമെന്റ് ആയി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിമെട്രിക് എലമെന്റ്സ് അവിടെ കിട്ടുന്നുണ്ട്. ബട്ട് നോൺ പോളാർ മോളിക്യൂൾസ് കേസിൽ, പോളാർ മോളിക്യൂൾസിന്റെ കേസിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് മാറിയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണുകൾ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു അസിമെട്രി എറേസ് ചെയ്യുന്നുണ്ട്. ഈ അസിമെട്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ററാക്ഷൻസിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു സിമെട്രിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ററാക്ഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പോളർ മോളിക്യൂൾസിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഡൈപോളിന്റെ കേസൊക്കെ സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ഡൈപോളിനെയും അതുപോലെ തന്നെ മോളിക്യൂൾസിനെയും ഒരു ചാർജ് ഉള്ള ഫീൽഡിലോട്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നത് നമ്മൾ എന്ത് ചെയ്ത് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തു. അവിടെ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഡൈപോൾ അല്ലെങ്കിൽ മോളിക്യൂള് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലോട്ടും മറ്റേത് നെഗറ്റീവ് ഡയറക്ഷനിലോട്ടും അലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ടോർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടോർക്കിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് ഡൈപോൾ പി ക്രോസ് ഇ എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇതാണ് അവിടുത്തെ ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ അവിടെ ഒരു പോളറൈസബിലിറ്റി ടെൻസറിന്റെ കൺസെപ്റ്റ് പറഞ്ഞു. പോളറൈസബിലിറ്റി ടെൻസർ, അതായത് നമുക്ക് പെർപെൻഡിക്കുലറിൽ വരുന്ന സമയത്ത് ഒരു കണ്ടീഷനും ആയിരുന്നു, പാരലൽ വരുമ്പോൾ വേറൊരു വാല്യൂ ആയിരുന്നു. അതുകൊണ്ട് രണ്ട് കണ്ടീഷൻ വന്ന് നമ്മൾ എന്ത് ചെയ്തു? രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആക്കി മാറ്റി. പിന്നെ നമ്മൾ അതിനെ 3 ഡയമെൻഷണൽ ഇക്വേഷനിലോട്ട് മാറ്റി. അതിനാണ് നമ്മൾ പോളറൈസബിലിറ്റി ടെൻസർ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഡൈപോൾ മൊമെന്റ് യൂണിഫോം ഫീൽഡിലും നോൺ യൂണിഫോം ഫീൽഡിലും അലൈൻമെന്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രോപ്പർട്ടീസ് ആണ്. അലൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ആകെയുള്ളത് ടോർക്ക് മാത്രമായിരുന്നു, റൊട്ടേറ്റിംഗ് എഫക്റ്റ് മാത്രം. ബട്ട് അതൊരു നോൺ യൂണിഫോം ഫീൽഡ് ആയ സമയത്ത് എന്ത് ചെയ്തു? കണ്ടല്ലോ, ഈ ഒരു ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് മൂവ്മെന്റും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ടോർക്ക് ആക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ രണ്ടിന്റെയും സം ആയിട്ട് മാത്രമേ നമുക്ക് ടോട്ടൽ ടോർക്ക് എഴുതാൻ പറ്റുള്ളൂ. തേർഡ് കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു പോളറൈസേഷൻ ഓഫ് ഡയലക്ട്രിക് സ്ലാബ്. ഒരു ഡയലക്ട്രിക് സ്ലാബ് നമ്മൾ ഒരു മെറ്റാലിക് പ്ലേറ്റ്സിന്റെ ഇടയിൽ, കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിൽ വയ്ക്കുന്ന സമയത്ത് എന്താണ് അവിടെ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ചാർജസ് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അവിടെ നിന്നാണ് നമുക്ക് പോളറൈസേഷൻ എന്ന കൺസെപ്റ്റ് കിട്ടിയത്. ദാറ്റ് ഈസ് P is equal to QID by AD എന്ന് കിട്ടി. അതിൽ തന്നെ നമുക്ക് QI by A എന്നാണ് കിട്ടുന്നത് ലാസ്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബി, ദാറ്റ് ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ആ ഒരു ഇക്വേഷൻ മീൻ ചെയ്യുന്നത് ഇനി സർഫസിന് മാത്രമേ നമുക്ക് എന്തെത്തുള്ളൂ? ചാർജ് ഉള്ളൂ, ഇതിനകത്തൂടി കയറിയല്ല പോകുന്ന ചാർജസ്. ഇത്രയാണ് നോക്കിയത്.